ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള ഒരു പലഹാര റെസിപ്പിയുമായിട്ടാണ്. ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ശർക്കര പാനി റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണയാൻ വേണ്ടി വെക്കാം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അടുത്ത ഞാനൊരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ ഉപ്പൊക്കെ പൊടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ബനാന വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി 2 പഴവും ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കണം. ഇനി കട്ട് ചെയ്ത പഴം ഒരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ പഴം ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ്ചർ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ലംസ് ഒന്നും പാടില്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്, പക്ഷേ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് നമുക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്റർ അഥവാ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാറ്റർ വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിക്ക് ആവാനും പാടില്ല. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതേപോലത്തെ കൺസിസ്റ്റൻസിന് വേണ്ടിയത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിൽ കുറച്ച് വെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലോ നെയ്യോ ഉപയോഗിക്കാം. വെണ്ണ എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഈ തട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലത്തെ തട്ടിൽ മാത്രമേ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. താഴെയുള്ള 2 തട്ടിലും മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആവിലത്തെ വെള്ളം വീണിട്ട് ഇത് റെഡിയായി കിട്ടൂല. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് ടോട്ടലി ഓപ്ഷണലാണ്. ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് തടച്ച് വെക്കാം. ഫോയിൽ പേപ്പറിന് പകരമായിട്ട് നിങ്ങളടുത്ത് കിച്ചൺ ടവൽ ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുത്തിട്ട് തണയാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ അതോ കത്തിയോണ്ടോ ഇതൊന്ന് അടത്തിയെടുക്കാം. ഇപ്പം നമ്മളെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം.